എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതുതായി പരിചയപ്പെടാൻ പോകുന്നത് 3 തരത്തിലുള്ള മേരുവക്രാസനങ്ങളാണ്. മേരുവക്രാസനം തന്നെ പല വിധത്തിലുണ്ടെന്ന് ഇതിനു മുൻപായുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ 3 എണ്ണമാണ് ഇന്ന് നമ്മൾ പുതുതായി പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യത്തെ മേരുവക്രാസനം പരിശീലിക്കുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്തും നീട്ടിയും വെച്ച് മലർന്നു കിടക്കുക. അതിനുശേഷം ഇരു കൈപ്പത്തികളും തലയ്ക്ക് മുകളിലേക്ക് വരുന്ന രീതിയിൽ തൊഴുതു പിടിച്ചതിന് ശേഷം നീട്ടി തറയിൽ വെക്കാവുന്നതാണ്. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചെരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാവുന്നതാണ്. പറ്റുന്നത്ര കൊണ്ടുവന്നതിന് ശേഷം ഈ നിലയിൽ കിടന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ബുദ്ധിമുട്ടില്ലാതെ എത്രത്തോളം സമയത്തേക്ക് ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടരാവുന്നതാണ്. അല്പസമയത്തിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗത്തെ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. ഈ രീതിയിൽ കിടന്നുകൊണ്ട് കുറച്ച് സമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ്. വിശ്രമശേഷം അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ഈ നിലയിൽ കിടന്നുകൊണ്ട് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതുമാണ്. പറ്റുന്നത്ര സമയം തുടരുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇരുവശങ്ങളിലേക്ക് മാറി മാറി 2-3 തവണ കൂടി ആവർത്തിക്കാവുന്നതാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗത്തെ എത്രത്തോളം നിരക്കി കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും. ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ വളച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. ഈ രീതിയിലാണ് ഇന്നത്തെ മേരുവക്രാസനം 1 നമ്മൾ പരിശീലിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് രണ്ടാമത്തെ രീതിയിലുള്ള മേരുവക്രാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് തൊട്ടു മുൻപേ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ല് നിവർന്ന് കിടക്കുക. കൈകൾ രണ്ടും തൊഴുതു പിടിച്ചതിന് ശേഷം തലയ്ക്ക് ഇരുവശങ്ങളിലുമായി നീട്ടി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യാവുന്നതാണ്. ഈ നിലയിൽ കിടന്നുകൊണ്ട് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇങ്ങനെ കിടന്നുകൊണ്ട് പറ്റുന്നത്ര സമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടരാവുന്നതാണ്. ബുദ്ധിമുട്ട് തോന്നുന്ന സമയം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ നേരെ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക. വിശ്രമശേഷം വലതുവശത്തേക്ക് കാലുകളെ കൊണ്ടുവന്ന് അതേ രീതിയിൽ തന്നെ അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ ഇടതുവശത്തേക്ക് ചെരിച്ചുകൊണ്ട് വരാവുന്നതാണ്. ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ്. പറ്റുന്നത്ര സമയം ഈ നിലയിലും തുടരുക. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കാവുന്നതാണ്. വിശ്രമശേഷം ഇതേ രീതിയിൽ തന്നെ ഇരുവശങ്ങളിലേക്കും അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കൊണ്ടുവന്ന് വെച്ച് 2-3 തവണ കൂടി പരിശീലിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് മേരുവക്രാസനം 2 നമ്മൾ പരിശീലിക്കുന്നത്. മൂന്നാമത്തെ രീതിയിലുള്ള മേരുവക്രാസനം പരിശീലിക്കുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുക.
അതിനുശേഷം ഇരു കൈകളും ചേർത്ത് തൊഴുതു പിടിക്കുകയും തലയ്ക്ക് മുകളിലേക്ക് നീട്ടി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ഈ നിലയിൽ കിടന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗങ്ങളും അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളും കഴിയുന്നത്ര വലതുവശത്തേക്ക് നിരക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതാണ്. ഈ നിലയിൽ കിടന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇപ്പോൾ ഒരു ബ്രാക്കറ്റ് വരച്ച ആകൃതിയിലായിരിക്കും നമ്മളുടെ ശരീരം വരുന്നത്. പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരയ്ക്ക് മുകളിലേക്കും അരയ്ക്ക് താഴേക്കുമുള്ള ഭാഗങ്ങളെ നേരെ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കാവുന്നതാണ്. വിശ്രമശേഷം ഇതേ രീതിയിൽ തന്നെ അരയ്ക്ക് മുകളിലേക്കും താഴേക്കുമുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചെരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ്. ഈ നിലയിൽ കിടന്നുകൊണ്ട് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. വളരെ സാവധാനം മാത്രമായിരിക്കണം ശ്വാസോച്ഛ്വാസം നടത്തേണ്ടത്. പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശരീരം നേരെ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി 2-3 തവണ കൂടി പരിശീലിക്കാം. ഈ 3 തരത്തിലുമുള്ള മേരുവക്രാസനങ്ങൾ പരിശീലിക്കുന്നത് മൂലം ശരീരത്തിന്റെ ഇരുവശങ്ങളിലും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇളക്കിക്കളയുന്നതിന് സാധിക്കുന്നു. അതേപോലെ തന്നെ നട്ടെല്ലിന്റെ കശേരുക്കൾക്ക് നല്ല രീതിയിലുള്ള അയവ് ലഭിക്കുന്നതിനും ഇത് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. ഇന്ന് നമ്മൾ പുതുതായി പരിചയപ്പെട്ടത് 3 തരത്തിലുള്ള മേരുവക്രാസനങ്ങളാണ്. ഇവ ഓരോന്നും പരിശീലിക്കുന്നത് എങ്ങനെയെന്നും ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു. ഇതിന് തുടർച്ചയായി പരിശീലിക്കേണ്ട ആസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.